ശത്രു രാജ്യത്തിന് അടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് നിഷ്പ്രയാസം ഇപ്പോൾ അടിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി ഇന്റർണലായിട്ടുള്ള ശത്രുവിനെ അതിനെ നമുക്ക് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അതിനെയാണ് പ്രധാനമന്ത്രി മോദിജി ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ അരിച്ചു പിറക്കി പിടിച്ചു വിട്ടങ്ങളെ കൊന്നുകളയണം എന്നാണ് ഞാൻ പറയാം. ഇപ്പോൾ 2013 ശേഷം നമ്മുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം സൈനികർക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം നമ്മൾക്ക് സ്വപ്നത്തിൽ പോലും ഞങ്ങളൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. 2001 ഞാൻ റിട്ടയർമെൻറ്റ് വരുന്ന സമയത്ത് വെറും 950 രൂപയുണ്ടായിരുന്ന പെൻഷനായിരുന്നു. ആ സ്ഥാനത്ത് ഇന്നൊരു സാധാരണ ഒരു ജവാൻ റിട്ടയർ ആയിട്ട് വരുമ്പോൾ 15 വർഷം സർവീസ് കഴിഞ്ഞ് അല്ലെങ്കിൽ 20 വർഷം സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ മിനിമം 20,000-25,000 രൂപ പെൻഷൻ, എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാ ബെനിഫിറ്റ്സുകളും ഈ ഗവൺമെൻറ്റാണ് ചെയ്തു തന്നത്. അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരൊറ്റ കഴിവ്, അങ്ങേരുടെ ഒരൊറ്റ വിഷൻ, നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും നാട്ടുകാർക്കും ചെയ്യണമെന്നുള്ള അങ്ങേരുടെ ഒരൊറ്റ വിഷനോട് കൂടിയാണ് ഇത് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഈ പെഹൽഗാം ആക്രമണം ഉണ്ടായ സമാനമായിട്ടുള്ള രീതി, ഇപ്പോൾ ഒരു മതം ചോദിച്ചിട്ടൊക്കെ കൊലപ്പെടുത്തുന്ന രീതി ഭീകരവാദികളുടെ ഭാഗത്തുണ്ടായിരുന്നല്ലോ. ഇതേ സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു കശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ചിരുന്നത്. മുമ്പ് ഇതേ സമാനമായിട്ടുള്ള അവസ്ഥകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതിലും മൃഗീയമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത്രയും ഹൈലൈറ്റ് ആവേണ്ടതെന്ന് ഇത്രയും മീഡിയ ബൂസ്റ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാം പബ്ലിക്കിന് മുമ്പിലുണ്ട്. ഇപ്പൊ ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഇതിലും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് പബ്ലിക് ഇത്രയും അറിയണ്ടായിരുന്നില്ല. പബ്ലിക് അവയർനെസ് കുറവായിരുന്നു. പല കാര്യങ്ങൾ കോൺഫിഡൻഷ്യലായിരുന്നു. അത് പുറത്തേക്ക് വിടുന്നുണ്ടായിരുന്നില്ല. സാർ നമസ്കാരം. നമസ്കാരം. സാർ പേരെന്തായിരുന്നു? എൻ്റെ പേര് രാജു. ആർമിയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ആർമിയിൽ 30 വർഷം. ഇപ്പോൾ ഈ ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പാകിസ്ഥാനെതിരെ എടുത്തിരിക്കുന്ന നിലപാട് എത്രത്തോളം വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു സംഭവമാണ്? അത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ആശിക്കുന്നത് ഈ സമയത്ത് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിച്ചില്ലല്ലോ ഇതുപോലെയുള്ള ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ. ഞങ്ങളൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരു കോഴി ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോണ്ടി വരും. എന്ന് കഴിഞ്ഞാൽ അതിന് പൈസ JNKയിൽ അത്രയും ഇതായിരുന്നു. നമുക്ക് ഒരു കോഴി ചത്താൽ പോലും അതിന് കോഴിയുടെ ഒരു ജന്മം എത്ര കുട്ടികളുണ്ടാവും, അതിനുശേഷം അതിനെത്ര എമൗണ്ട് വരും, അതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു എമൗണ്ട് ഇട്ട് തരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ എന്തിനും നമുക്കൊന്ന് ചോദ്യം ചെയ്യാൻ സാധിക്കാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുപോലെയുള്ള മോദിയുടെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രി ഞങ്ങളുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ രാജ്യം നന്നായി തന്നെ. ജമ്മു കാശ്മീരിൽ പ്രവർത്തിച്ചിരുന്നു. ജമ്മു കാശ്മീർ ഞാൻ ലാസ്റ്റ് ജമ്മു കാശ്മീരിൽ തന്നെയായിരുന്നു. ജമ്മു കാശ്മീരിൽ 8 വർഷത്തോളം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു അന്നത്തെ ആ കാലഘട്ടത്തിൽ അവിടുത്തെ ജനങ്ങളും ഭീകരവാദികളും തമ്മിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആ കാലത്ത് സാധാരണ ജനങ്ങൾക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. ഇന്നൊക്കെ ഇന്ന് പിക്നിക്കിന് ആൾക്കാർ അവിടെ എത്രയോ പോകുന്നു. അന്നത്തെ സമയത്ത് നമുക്ക് തന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ സിവിലിയൻസിൻ്റെ കാര്യം പറയണ്ടല്ലോ. പിന്നെ പിക്നിക്കോ എന്തോ ബാക്കിയുള്ള ഒരു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ തീവ്രവാദികളെ വളർത്തിയത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. നമുക്ക് ശത്രു രാജ്യത്തിന് അടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് നിഷ്പ്രയാസം ഇപ്പോൾ അടിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി ഇന്റർണലായിട്ടുള്ള ശത്രുവിനെ അതിനെ നമുക്ക് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അതിനെയാണ് പ്രധാനമന്ത്രി മോദിജി ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ അരിച്ചു പിറക്കി പിടിച്ചു വിട്ടങ്ങളെ കൊന്നുകളയണം എന്നാണ് ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിലുള്ള ശത്രുക്കളെ അടിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാരും അതിൽ മരിക്കപ്പെടും, ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഔട്ട്സൈഡിലുള്ള ശത്രുവിനെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ കണ്ടില്ല, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ പാകിസ്ഥാനെ പപ്പടമാക്കി കളഞ്ഞു, ഭസ്മാക്കി. ഈ നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ ഈ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധസമാന സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് അവരുടെ നിലപാട് കാണുന്നത്? കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ നശിപ്പിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ സമയം സൈനികൻ എന്നുള്ള നിലയിൽ താങ്കൾ ഉറച്ചു പറയും. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഞായറാഴ്ചയിലത്തെ പേയ്മെന്റ് വരെ കട്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. പിന്നെ സൈനികരെ ഒരു വളരെ താഴ്ന്നൊരു ലെവലിലാണ് അന്ന് ഇന്ദിരാഗാന്ധി കണ്ടിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി വലിയ ഇതെന്നൊക്കെ കോൺഗ്രസ് പറയുമെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പട്ടാളക്കാർക്ക് പേയ്മെന്റും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോകുന്ന ഒരു അലവൻസും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ജവാന് മരിച്ചാലും ഒരു റെസ്പെക്ട് ഉണ്ട്. അന്ന് ബോഡി പോലും നമ്മുടെ വീട്ടിലേക്ക് എത്തുമായിരുന്നില്ല. നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ടിന്ന് എണ്ണ കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷെ ഇന്ന് മരിച്ചാൽ അത് നാട്ടിലെത്തിക്കുകയും അതുപോലെ തന്നെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ആ ബോഡിയെ എല്ലാവർക്കും കാണുവാനും ബാക്കി അവരുടെ വീട്ടുകാർക്കും എല്ലാവിധ അനുകൂലങ്ങളും കിട്ടുന്നുണ്ട്. അന്നത്തെ കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കാണാൻ പോലും അവരുടെ കുടുംബങ്ങൾക്ക് സാധിച്ചിരുന്നില്ല.
ഇത് വളരെ ഒരു ഇതായിട്ടുള്ള നമ്മുടെ ജോർജ് ഫെർണാണ്ടസ് വന്നതിന് ശേഷമാണ് ഒരു മാറ്റം വന്നത് വാജ്പേയിയുടെ സമയത്ത്. ഇപ്പോൾ വളരെയധികം മാറ്റങ്ങളായി. സൈനികർക്ക് നെഞ്ഞു വിരിച്ച് നടക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് മാറി. നമ്മുടെ കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ, 4 ദിവസത്തെ യുദ്ധം കൊണ്ട് തന്നെ നമുക്ക് ശത്രു രാജ്യത്തിന് എന്നല്ല ഏത് രാജ്യത്തിനും അടിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു സാർ? വിജയകുമാർ. ഞാൻ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇപ്പോൾ എത്ര വർഷം താങ്കൾ ആർമിയിൽ? 17 വർഷം ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സാർ, ഇപ്പോൾ ഈ പെഹൽഗാം ആക്രമണത്തിന് തൊട്ട് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ 2019 ഉണ്ടായിരുന്നതാണ് പുൽവാമ ഭീകരാക്രമണം. പക്ഷേ ഈ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ളൊരു സംഘർഷത്തിൽ ആയ സമയത്ത് പാകിസ്ഥാൻ്റെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പുൽവാമ ഭീകരാക്രമണം അത് ഞങ്ങൾ തന്ത്രപരമായിട്ട് നടത്തിയ ഒരു കാര്യമാണെന്ന്. പക്ഷേ ആ ഭീകരാക്രമണം നടത്തിയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റാണ് അതിന് പുറകിൽ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു. എന്താണ് ഈ ഒരു സമയത്ത് അവർ പറയാനുള്ളത്? അല്ല, കോൺഗ്രസിന്റെ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അതാണ് അവർ ചെയ്യുന്നത്. അവർ തനി വർഗീയമായിട്ടുള്ള ചിന്താഗതിയോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാതെ ഇരിക്കാൻ വേണ്ടി അവരെ കൊണ്ട് കഴിയാവുന്ന അത്ര രീതിയിൽ അവരത് ഒതുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അല്ലാതെ അതിൽ യാതൊരു സത്യാവസ്ഥയും ഉള്ളതല്ല. ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. യാതൊരു സംശയമില്ലല്ലോ. ഇന്ന് നമ്മുടെ നാട്ടില് കോൺഗ്രസ് ആയാലും ശരി, ഇടതുപക്ഷമായാലും ശരി, നാടിന് വേണ്ടിയിട്ടല്ല അവർ നിൽക്കുന്നത്. അവരുടെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഈ പ്രതിരോധിക്കാനായിട്ട് ഇവിടുത്തെ BJP എന്ന് പറയുന്ന പാർട്ടിക്കും അതോടൊപ്പം തന്നെ രാജ്യസ്നേഹികൾക്കും കഴിയുന്നുണ്ട്. അല്ല, അതിനെ പ്രതിരോധിക്കുന്നതിനുള്ളതിൻ്റെ ഗുണമാണല്ലോ ഇപ്പോൾ മോദി അധികാരത്തിൽ വരാനുള്ള കാരണം തന്നെ. അതുമാത്രമല്ല, ഇപ്പം ഞങ്ങൾ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് എക്സ് സർവീസ്മെൻ്റെ പൂർവ്വ സൈനികരുടെ ഒരു സംഘടനയാണ്. അവരും ഞങ്ങൾ ഈ ഇന്റേണൽ പ്രോബ്ലങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഞങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലും പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ആളുകൾ, പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ക്രിക്കറ്റിൽ വിജയിക്കുന്ന സമയത്ത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു. ഇങ്ങനെയൊക്കെ കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ പോലെയുള്ള ജില്ലകൾ, മലപ്പുറത്തൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ ഇതുപോലെയുള്ള നിലപാടുകൾ എടുക്കുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ കാര്യമായിട്ടുള്ള രീതിയിൽ തയ്യാറായി വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? അല്ല, അത് വ്യക്തമാണല്ലോ. അവർ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ഇടതുപക്ഷമായാലും ശരി, വലതുപക്ഷമായാലും ശരി, അവർക്ക് അവരുടെ കുടുംബം, അവരുടെ സ്വന്തം കാര്യങ്ങൾ വളർത്താനല്ലാതെ ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് അവർ ഇന്ന് വരെ ചിന്തിക്കുന്നില്ല. അവരതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല. അവർക്ക് കഴിയാവുന്നിടത്തോളം നിങ്ങൾ ഈ വരുന്ന ഉഗ്രവാദികളായാലും ശരി, ആരായാലും ശരി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഈ ഇടതുപക്ഷത്തൊന്നും വലതുപക്ഷത്തൊന്നും വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും, യാതൊരു സംശയമില്ല. അതിൽ സൈനികരുടെ നിലവിലെ അവസ്ഥ നമ്മുടെ രാജ്യത്ത്, അതിൽ സംതൃപ്തരാണോ നിങ്ങൾ പൂർവ്വ സൈനികർ എന്നുള്ള നിലയിൽ? ഇപ്പോൾ 2013 ശേഷം നമ്മുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം സൈനികർക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം നമ്മൾക്ക് സ്വപ്നത്തിൽ പോലും ഞങ്ങളൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. 2001 ഞാൻ റിട്ടയർമെൻറ്റ് വരുന്ന സമയത്ത് വെറും 950 രൂപ ഉണ്ടായിരുന്ന പെൻഷനായിരുന്നു. ആ സ്ഥാനത്ത് ഇന്നൊരു സാധാരണ ഒരു ജവാൻ റിട്ടയർ ആയിട്ട് വരുമ്പോൾ 15 വർഷം സർവീസ് കഴിഞ്ഞോ അല്ലെങ്കിൽ 20 വർഷം സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ മിനിമം 20,000 25,000 രൂപ പെൻഷൻ, എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാ ബെനിഫിറ്റ്സുകളും ഈ ഗവൺമെൻറ്റാണ് ചെയ്തു തന്നത്. അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. അതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരൊറ്റ കഴിവ്, അങ്ങേരുടെ ഒരൊറ്റ വിഷൻ, നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും നാട്ടുകാർക്കും ചെയ്യണമെന്നുള്ള അങ്ങേരുടെ ഒരൊറ്റ വിഷനോട് കൂടിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. സാർ നമസ്കാരം. സുമേഷ്. എത്ര വർഷം ആർമിയിൽ പ്രവർത്തിച്ചു? 17 വർഷം ഉണ്ടായിരുന്നു. കശ്മീരിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ജമ്മുവിലുണ്ടായിരുന്നു. ജമ്മുവിൽ 4.5 വർഷം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു കശ്മീരിൻ്റെ അവസ്ഥയും സാറ് വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന അവസ്ഥ എങ്ങനെയാണ്? അന്നത്തെ അവസ്ഥയൊക്കെ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. അന്ന് നമുക്കൊന്നും ഇത്രയും ഫ്രീഡോ കാര്യങ്ങളോ ഫെസിലിറ്റീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാം വളരെ ലിബറൽ ആയിട്ടുണ്ട്. അവിടെ പബ്ലിക്കിന് വളരെ ഈസി ആയിട്ട് പുറത്തിറങ്ങി നടക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം നടക്കുന്നുണ്ട്. പണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഈ പെഹൽഗാം ആക്രമണം ഉണ്ടായ സമാനമായിട്ടുള്ള രീതി, ഇപ്പോൾ ഒരു മതം ചോദിച്ചിട്ടൊക്കെ കൊലപ്പെടുത്തുന്ന രീതി ഭീകരവാദികളുടെ ഭാഗത്തുണ്ടായിരുന്നല്ലോ. ഇതേ സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു കശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ചിരുന്നത്. മുമ്പ് ഇതേ സമാനമായിട്ടുള്ള അവസ്ഥകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതിലും മൃഗീയമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത്രയും ഹൈലൈറ്റ് ആവേണ്ടതെന്ന് ഇത്രയും മീഡിയ ബൂസ്റ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാം പബ്ലിക്കിന് മുമ്പിലുണ്ട്. ഇപ്പം ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഇതിലും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ
അന്ന് പബ്ലിക് ഇത്രയും അറിയണ്ടായിരുന്നില്ല. പബ്ലിക് അവയർനെസ് കുറവായിരുന്നു, പല കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരുന്നു, അത് പുറത്തേക്ക് വിടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു മുന്നേറ്റം തന്നെയായിട്ട് കാണാൻ സാധിക്കുമോ ലോക രാജ്യങ്ങളുടെ ഇടയിൽ? തീർച്ചയായും ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ തന്നെ എന്ന് പറയാം ഇപ്പോഴത്തെ ഈ ഒരു അച്ചീവ്മെന്റ്. ഇത് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. ഇതുവരെ ഈ ലോകത്ത് ഒരു രാജ്യങ്ങൾക്കും ഇതുവരെ സാധിക്കാത്തൊരു അച്ചീവ്മെന്റ് ആണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ നമ്മുടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള സംസ്ഥാനം. അവിടെ ഭീകരവാദികളുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അവർ അന്ത്യ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുമോ സർക്കാർ? ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്തിക്കാൻ പറ്റും. കാരണം പണ്ടത്തെ ഒരു അവസ്ഥയെക്കാളും ഇപ്പോൾ വളരെ ബെറ്റർ ആയിട്ടുണ്ട്. പണ്ടൊന്നും അവിടെ ഒരാൾക്ക് പബ്ലിക്കിനോ ടൂറിസ്റ്റിനോ പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം എല്ലാവർക്കും ടൂറിസ്റ്റും നടക്കാൻ പറ്റുന്നുണ്ട്, വളരെയധികം എല്ലാവരും പോകുന്നുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങളെ നമ്മൾ ഉന്മൂലനം ചെയ്യുക തന്നെ വേണം. അതിനുള്ള കൽപ്പുള്ള ഒരു മന്ത്രിസഭയാണ്, ഒരു നേതാവാണ്, ഒരു രാഷ്ട്രത്തലവനാണ് ഇപ്പോൾ നമുക്കുള്ളത്. രാജ്യത്തെ സൈനികർ പൂർണ്ണമായിട്ടും മോദിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ തന്നെയാണ്. 90% കൂടുതൽ അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ എക്സെപ്ഷണൽ കേസസ് കുറച്ചുണ്ടാവും. എല്ലാവർക്കും ഒരേ ചിന്താഗതി ആവണമെന്നില്ലല്ലോ. മാറി ചിന്തിക്കുന്നവരും കുറച്ച് വളരെ അപൂർവമായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.